എ ബി സി എന്നിവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 90. 10 വർഷം മുൻപ് അവരുടെ വയസ്സുകളുടെ അംശബന്ധം 1:2:3. ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ത്? ഇപ്പം നമുക്ക് 3 പേര് പറയേണ്ടത് എ ബി സി. ഇപ്പോഴത്തെ കാര്യവും പറയുന്നുണ്ട്, 10 വർഷം മുമ്പത്തെ കാര്യം പറയുന്നുണ്ട്. എ ബി സി 3 ആളുകൾ ഇപ്പോഴത്തെ വയസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, 10 വർഷം മുമ്പത്തെ കാര്യവും പറയുന്നുണ്ട്. അതായത് 10 വർഷം ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 90 അവിടെ ഇരിക്കട്ടെ. 10 വർഷം മുമ്പ് അവരുടെ വയസ്സുകളുടെ അംശബന്ധം, 10 വർഷം മുമ്പ് അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 1:2:3. അപ്പോൾ 10 വർഷം മുമ്പ് നമുക്ക് വയസ്സ് എന്തൊക്കെ എടുക്കാം? 1x, 2x, 3x എടുക്കാം. 10 വർഷം മുമ്പ് എയുടെ വയസ്സ് 1x, ബിയുടെ വയസ്സ് 2x, സിയുടെ വയസ്സ് 3x. എപ്പോൾ? 10 വർഷം മുമ്പ് 3 പേരുടെയും വയസ്സ് എഴുതി നമ്മൾ. ഈ -10 പറഞ്ഞാൽ 10 വർഷം മുമ്പ്. 10 വർഷം മുമ്പ് ഇതാണ് വയസ്സെങ്കിൽ ഇപ്പോൾ വയസ്സ് എന്തായിരിക്കും? 10 കൂടും. ഇത് 10 വർഷം മുമ്പത്തെ വയസ്സ്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് 10 കൂടും. ഇപ്പോൾ എയുടെ വയസ്സ് x+10, ബിയുടെ വയസ്സ് 2x+10, സിയുടെ വയസ്സ് 3x+10. അപ്പോൾ 3 പേരുടെയും ഇപ്പോഴത്തെ വയസ്സ് പറഞ്ഞു. ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലൊരു ബന്ധം പറയുന്നുണ്ട്. എ ബി സി എന്നിവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 90. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയ 90 കിട്ടണം. x+10 കൂട്ടണം 2x+10 കൂട്ടണം 3x+10 = 90. ഇതിൽ എക്സുകൾ മാത്രം കൂട്ടുക. അതായത് ഈ എക്സും 2x-ഉം 3x-ഉം 1x-ഉം 2x-ഉം കൂട്ടിയ 3x-ഉം 3x-ഉം കൂട്ടിയ 6x. സംഖ്യകൾ കൂട്ടുമ്പോൾ 10ഉം 10ഉം 20ഉം 10ഉം 30. 6x + 30 = 90. 30നെ വലത്തോട്ട് എടുക്കുക. 6x = 90 - 30. 6x = 90, 30 കുറച്ചാൽ 60. 6x = 60 ആണെങ്കിൽ x = 60/6, 10. എക്സിൻ്റെ വില കിട്ടി. ചോദ്യം എന്താ? ബിയുടെ ഇപ്പോഴത്തെ വയസ്സ്. ഈ പട്ടികയിൽ നോക്കൂ. ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്താണ്? 2x + 10 ആണ്. നമുക്ക് അതെടുത്ത് വില കൊടുക്കാം. ഇപ്പോൾ ബിയുടെ വയസ്സ് 2x + 10. അതിൽ എക്സിൻ്റെ വില 10 എന്ന് കൊടുക്കൂ. 2 × 10 + 10, 2 × 10 20 + 10, ഉത്തരം 30. റാണിയുടെ വയസ്സ് കഴിഞ്ഞ വർഷം ഒരു പൂർണ്ണവർഗമായിരുന്നു. അവളുടെ വയസ്സ് അടുത്ത വർഷം ഒരു സംഖ്യയുടെ ഘനം, അതായത് ക്യൂബ് ആയിരിക്കും. അവളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓപ്ഷൻസ് നമുക്ക് 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിലത്തെ ഏറ്റവും ഒടുവിലത്തെ ഓപ്ഷൻ 26 എടുത്ത് നോക്കാം. റാണിയുടെ ഇപ്പോഴത്തെ വയസ്സ് 26 ആണെങ്കിൽ കഴിഞ്ഞ വർഷം 25 വയസ്സ്. 25 പൂർണ്ണവർഗമാണ്. ഇപ്പോൾ വയസ്സ് 26 എടുത്താൽ കഴിഞ്ഞ വർഷം 25 വയസ്സ്, അത് പൂർണ്ണവർഗമാണ്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ പറഞ്ഞാൽ ശരിയാണ്. റാണിയുടെ വയസ്സ് കഴിഞ്ഞ വർഷം ഒരു പൂർണ്ണവർഗമായിരുന്നു. ഇപ്പോൾ വയസ്സ് 26 ആണെങ്കിൽ അടുത്ത വർഷം 27 ആയിരിക്കും. അടുത്ത വർഷം വയസ്സ് 27. 27 എന്ന് പറയുന്നത് ഒരു ക്യൂബാണ്. ഇത് ഒരു സംഖ്യയുടെ, അതായത് 3ൻ്റെ ക്യൂബാണ് 27. അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ ശരിയായി. അവളുടെ വയസ്സ് അടുത്ത വർഷം ഒരു സംഖ്യയുടെ ഘനം അല്ലെങ്കിൽ ക്യൂബായിരിക്കും. അപ്പോൾ 26 ശരിയായ ഉത്തരം. കാരണം 26 എടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ 25, അത് പൂർണ്ണവർഗമാണ്. 26ൻ്റെ അടുത്ത സംഖ്യ 27, അതൊരു ഘനം അഥവാ ക്യൂബാണ്. അപ്പോൾ ഉത്തരം റാണിയുടെ ഇപ്പോഴത്തെ വയസ്സ് 26. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ 16 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ആയാൽ ചുറ്റളവ് കാണുക. സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ റോംബസ് ആണ്. വികർണം എന്ന് പറഞ്ഞാൽ ഡയഗണലാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ തന്നിട്ടുണ്ട്. 16 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ചുറ്റളവ് കാണണം. ഈ സൂത്രവാക്യം സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ തന്നാൽ വശം കാണാനുള്ള സൂത്രവാക്യമാണ്. സമഭുജ സാമാന്തരികത്തിൻ്റെ ഡയഗണലുകൾ തന്നാൽ, വികരണങ്ങൾ തന്നാൽ വശം കാണാനുള്ള സൂത്രവാക്യമാണ്. വശം സമം അര × √d1² + d2². നമുക്ക് വില കൊടുക്കാം. അര × √d1 d2 രണ്ട് വികരണങ്ങൾ, ഡയഗണൽസ് ഏതൊക്കെയാണ്? 16ഉം 12ഉം. 16² + 12². അര × √16² 256, 12² 144. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 400 എന്ന് വരും. അര × √400. അര × 400ൻ്റെ റൂട്ട് 20. 20 × 20 ആണ് 400. അപ്പോൾ അര × 20. അര × 20 എന്ന് പറയുമ്പോൾ 20ൻ്റെ പകുതി എത്ര വരും? 10. അതായത് നമുക്ക് എന്ത് കിട്ടി? വശം കിട്ടി. ചോദ്യത്തിൽ എന്താ? സമഭുജ സാമാന്തരിക ചുറ്റളവാണ് ചോദിക്കുന്നത്. സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത് അർത്ഥം
4 വശങ്ങളും തുല്യമാണ്. സമഭുജ സാമാന്തരികം. സാമാന്തരികത്തിൻ്റെ 4 വശങ്ങളും തുല്യമാണ്. ഒരു വശം നമുക്ക് കിട്ടിയ എത്രയാണ്? 10. അപ്പോൾ 4 വശം തുല്യമാണെങ്കിൽ ചുറ്റളവ് 4 ഇൻറ്റു ഒരു വശം, ഉത്തരം 4 ഇൻറ്റു 10 40 സെൻറ്റിമീറ്റർ. 40ൻ്റെ 1/4 എന്നത് ഏത് സംഖ്യയുടെ 2 മടങ്ങാണ്? സംഖ്യ നമുക്കറിയില്ല, എക്സ് എന്ന് എടുക്കുക. 40ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 1/4. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗുണിക്കുകയാണ് വേണ്ടത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. അപ്പോൾ 40ൻ്റെ 1/4 40 ഇൻറ്റു 1/4 എന്നത് സമം. അപ്പം 40ൻ്റെ 1/4 എന്നത് 40ൻ്റെ 40 ഇൻറ്റു 1/4 സമം ഏത് സംഖ്യയുടെ 2 മടങ്ങ്? സംഖ്യ എക്സ് ആണ്, 2 മടങ്ങ് 2x. അപ്പോൾ നമുക്ക് 40 ഇൻറ്റു 1/4 സമം 2x എന്ന് എടുക്കാം. 40 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 10 ആണ്. അതായത് 40 ഇൻറ്റു 1 40/4 ഹരിച്ച ഉത്തരം 10 വരും. 10 സമം 2x. 2x സമം 10 ആണെങ്കിൽ x എങ്ങനെ കാണും? 10/2 5. ഉത്തരം സംഖ്യ 5 ആണ്. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനെയും വിസ്തീർണത്തെയും സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ, ചുറ്റളവ് പെരിമീറ്റർ, വിസ്തീർണം ഏരിയ. അപ്പോൾ നമുക്ക് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നുണ്ട്. സമചതുരത്തിൻ്റെ ചുറ്റളവ് 4 ഇൻറ്റു വശം, 4a എന്നെടുക്കാം. എ എന്ന് പറഞ്ഞാൽ വശം. പിന്നെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ വശത്തിൻ്റെ സ്ക്വയറാണ്, വശത്തിൻ്റെ വർഗ്ഗം. അപ്പോൾ a² എന്ന് എഴുതാം. ഇനി എന്താ പറയണത്? സമചതുരത്തിൻ്റെ ചുറ്റളവിനെയും വിസ്തീർണത്തെയും സൂചിപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ചുറ്റളവും വിസ്തീർണവും തുല്യമാണ്. അതായത് നമുക്ക് എന്താ എഴുതാം? ചുറ്റളവ് എത്ര? 4a സമം വിസ്തീർണം എത്ര? a². 4a സമം a². 4a സമം a² നമുക്ക് a ഇൻറ്റു a എന്ന് പിരിച്ചെഴുതാം. ഇതൊരു സമവാക്യമാണ്. നമുക്ക് ഇരുവശത്തും a വെട്ടിക്കളഞ്ഞാൽ എയുടെ വില കിട്ടി 4. അതായത് സമചതുരത്തിൻ്റെ ഒരു വശം കിട്ടി 4. ചോദ്യം എന്താ? സമചതുരത്തിൻ്റെ ചുറ്റളവിനെയും വിസ്തീർണത്തെയും സൂചിപ്പിക്കുന്ന സംഖ്യ. അപ്പോൾ ഇനി ഇത് വശം കിട്ടി, ഇനി ചുറ്റളവ് കാണുക. ചുറ്റളവ് കാണാൻ വശത്തെ 4 കൊണ്ട് കുടിക്കുക, എത്ര വരും? 4 4 16. പിന്നെ വിസ്തീർണവും കാണണം. വിസ്തീർണം കാണാൻ വശത്തിൻ്റെ വർഗ്ഗമാണ്. വശം 4 അല്ലേ, 4² 16. കണ്ടു? ഇപ്പോൾ നോക്കൂ, ചുറ്റളവ് എത്ര? 16. വിസ്തീർണം എത്ര? 16. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവിനെയും വിസ്തീർണത്തെയും സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? ഉത്തരം 16. 5 തുല്യ സമചതുരങ്ങൾ വശത്തോട് വശം ചേർത്ത് വെച്ച് ഒരു ചതുരം ഉണ്ടാക്കുന്നു. ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് 276 സെൻറ്റിമീറ്റർ. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? നമുക്ക് 5 തുല്യ സമചതുരങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമചതുരം ഇതാണെന്ന് വിചാരിക്കുക. സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം തുല്യം, എല്ലാ വശങ്ങളും a ആണെന്ന് പരിഗണിക്കുക. ഇങ്ങനെ 5 തുല്യ സമചതുരങ്ങൾ, 1 2 3 4 5, ഈ 5 തുല്യ സമചതുരങ്ങൾ വശത്തോട് വശം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആകൃതി എന്താവും? ഇത് ചതുരാകൃതിയായി. 5 തുല്യ സമചതുരങ്ങൾ ചേർത്തി വെച്ചു, വശത്തോട് വശം ചേർത്ത് വെച്ചു, ഇത് ചതുരാകൃതിയായി. നമുക്ക് എന്തുണ്ട്? ഈ ചതുരത്തിന് ചുറ്റളവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുറ്റിലുള്ള എല്ലാ വശങ്ങളും കൂടി കൂട്ടിയാൽ മതി. ഇവിടെ താഴെ ഒരു 5a വരും, മുകളിലും 5a വരും. 5 5 10a. വശത്ത് ഇവിടെ 1 വരും, ഈ വശത്ത് 1. അപ്പോൾ ആകെ 12a ആണ് ഈ ആകൃതിയുടെ ചുറ്റളവ്, പെരിമീറ്റർ. അപ്പോൾ 12a സമം നമുക്ക് എത്ര എന്നാണ്? 276. a കാണാൻ 276നെ 12 കൊണ്ട് ഹരിക്കുക. 27 12 12 24, ശിഷ്ടം 3 36, 3 12 36. നമുക്ക് ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശം കിട്ടി 23 സെൻറ്റിമീറ്റർ. കാണേണ്ടത് ആ സമചതുരത്തിൻ്റെ വിസ്തീർണ്ണമാണ് കാണേണ്ടത്. സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ a², അതായത് വശത്തിൻ്റെ സ്ക്വയർ കാണാം, വശത്തിൻ്റെ വർഗ്ഗം. വശം നമുക്ക് 23 കിട്ടി. 23² എന്ന് പറഞ്ഞാൽ 23 ഇൻറ്റു 23 ഗുണിക്കുമ്പോൾ ഉത്തരം 529 സെൻറ്റിമീറ്റർ സ്ക്വയർ. 3/1/2 ഇൻറ്റു 4/1/3 ഇൻറ്റു 6/1/6 വില കാണുക. ഈ 3/1/2 നമുക്ക് അതുപോലെ എഴുതാം. 4ന് പകരം 2² എന്ന് എഴുതാം, അതിൻ്റെ കൃതി 1/3. ഇൻറ്റു 6നെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം, അതിൻ്റെ കൃതി 1/6. 3/1/2 അതുപോലെ ഇട്ടു. ഇൻറ്റു ഇവിടെ a/m/n, ഈ കൃത്യംഗ നിയമം, a/m ഇൻറ്റു n, കൃതികൾ തമ്മിൽ ഗുണിക്കുക. അതുപോലെ 2 ഈ കൃതികൾ തമ്മിൽ ഗുണിച്ചു, 2 ഇൻറ്റു 1/3 ഇൻറ്റു ഇത് കൃത്യംഗ നിയമം എന്താ വെച്ചാൽ 2 ഇൻറ്റു 3 1/6 എന്ന് പറഞ്ഞാൽ ഈ 1/6 രണ്ടിനും ബാധകമാണ്. അപ്പോൾ നമുക്ക് 2/1/6 ഇൻറ്റു 3/1/6 എന്ന് എഴുതാം. ഇനി നമ്മൾ ഒരുപോലെ ചേർത്ത് എഴുതുകയാണ്. 3/1/2 എഴുതി, അതിൻ്റെ അടുത്തേക്ക് ഈ 3/1/6, അതുപോലെ
ഇത് 2 ഘാതം ഗുണിക്കുമ്പോൾ 2/3 വരും. അതിൻ്റെ അടുത്ത് 2 ഘാതം 1/6. അതായത് പാദസംഖ്യകൾ ഒരുപോലുള്ളത് അടുത്തടുത്ത് എഴുതി. 3 3 2 2. ഇതിപ്പോൾ എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ എ ഘാതം എം പ്ലസ് എൻ കൃതികൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ കൃതികൾ തമ്മിൽ കൂട്ടാൻ പറ്റില്ല. കാരണം 1/2 1/6 ഛേദങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഛേദങ്ങൾ തുല്യപ്പെടുത്താം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. 3 കൊണ്ട് മുകളിൽ താഴെയും ഗുണിക്കുമ്പോൾ 1 3 3 26 3/6 എന്ന് വരും. 3 ഘാതം 1/6 ഇൻറ്റു ഇത് അതുപോലെ 3 ഘാതം 1/6. ഇപ്പോൾ നമുക്ക് കൂട്ടാൻ കഴിയും. അതുപോലെ ഇവിടെയും ഈ 2 ഘാതം ഈ 3 6 ആവാൻ വേണ്ടിയിട്ട് അംശവും ഛേദവും 2 കൊണ്ട് ഗുണിച്ചു. 2 ഘാതം 2 4 3 2 6 2 ഘാതം 4/6 ഇൻറ്റു 2 ഘാതം 1/6. ഇനി നമുക്ക് എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ എ ഘാതം എം പ്ലസ് എൻ കൃതികൾ തമ്മിൽ കൂട്ടാം. 3/6 പ്ലസ് 1/6. അതുപോലെ ഇവിടെ 2 ഘാതം 4/6 പ്ലസ് 1/6. 3 ഘാതം ഇത് കൂട്ടുമ്പോൾ 3 1 4/6 ഇൻറ്റു 2 ഘാതം ഇവിടെ കൂട്ടുമ്പോൾ 4 1 5/6. നമുക്ക് ഇതിനെ 3 ഘാതം 4 ഘാതം 1/6 എന്ന് എഴുതാം. അതായത് എ ഘാതം എം ഹോൾ ഘാതം എൻ എ ഘാതം എം ഇൻറ്റു എൻ. അതുപോലെ ഇത് ഗുണിച്ചാൽ 4 ഇൻറ്റു 1/6 ഗുണിച്ചാൽ 4/6 കിട്ടും. അപ്പം 3 ഘാതം 4 ഹോൾ ഘാതം 1/6 ഇൻറ്റു അതുപോലെ ഇവിടെ 2 ഘാതം 5 ഹോൾ ഘാതം 1/6 ഗുണിച്ചാൽ 2 ഘാതം 5/6 കിട്ടും. ഇപ്പോൾ നോക്കൂ, രണ്ടിൻ്റെ ഈ കൃതികൾ തുല്യമായി. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൽ 3 ഘാതം 4 ഇൻറ്റു 2 ഘാതം 5 എന്ന് എഴുതിയിട്ട് രണ്ടിനും പൊതുവായ കൃതിയാണ് 1/6 ഹോൾ ഘാതം 1/6. 3 ഘാതം 4 പറഞ്ഞാൽ 3 4 തവണ ഗുണിക്കുക. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 81 ഇൻറ്റു അതുപോലെ 2 ഘാതം 5 2 5 തവണ ഗുണിക്കുക. 32 വരും ഹോൾ ഘാതം 1/6. 81 ഇൻറ്റു 32 ഗുണിച്ചാൽ 2592 ഘാതം 1/6 ഉത്തരം. എയുടെ 20% സമം ബി ആയാൽ 20ൻ്റെ ബി ശതമാനം എത്ര? നമുക്ക് എയുടെ 20% സമം ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബി എന്നത് എന്താണ്? എയുടെ 20%. ബി എന്നത് ബി സമം എയുടെ 20%. എ ഇൻറ്റു 20/100. നമുക്കിതിൽ 20 കൊണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ എ ഇൻറ്റു 1 20 20 5 20 100. നമുക്ക് എന്ത് കിട്ടും? ബി സമം എ ഇൻറ്റു 1/5. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കാണേണ്ടത് നോക്കുക, 20ൻ്റെ ബി ശതമാനം, അതായത് 20 ഇൻറ്റു b/100. നമുക്ക് ഈ ബിയുടെ വില മുകളിലുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, വില കൊടുക്കാൻ പോവുകയാണ്. വില ഇതിൻ്റെ വില ഇവിടെ കൊടുക്കുകയാണ്. 20 എന്ന് അതുപോലെ ഇട്ടു ഇൻറ്റു ഈ ബിക്ക് പകരം എ ഇൻറ്റു 1/5 എന്ന് എഴുതി. ബിക്ക് പകരം എ ഇൻറ്റു 1/5 ഇൻറ്റു ഇവിടെ ഛേദം 100 ഉണ്ട്. അപ്പോൾ ഇൻറ്റു 1/100 എന്ന് എഴുതി. നമുക്ക് ഈ 5ഉം 20ഉം ഹരിക്കുമ്പോൾ മുകളിൽ 4 എന്ന് വരും. 5ഉം 20ഉം വെട്ടിച്ചെടുക്കുമ്പോൾ മുകളിൽ 4. അപ്പോൾ അംശം പിന്നെ ആകെ 4 എന്നേ ഉള്ളൂ. 1 കൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റമില്ലല്ലോ. 4 പിന്നെ എ ഉണ്ട്. അപ്പോൾ എ ഇൻറ്റു 4 ഛേദമോ 100. ഈ എ ഇൻറ്റു 4/100 പറഞ്ഞർത്ഥം എയുടെ 4%. നമ്മുടെ ചോദ്യം 20ൻ്റെ ബി ശതമാനം, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 20ൻ്റെ ബി ശതമാനം, അതായത് 20 ഇൻറ്റു b/100 എന്ത് കിട്ടി? എയുടെ 4%. y മൈനസ് എക്സ് ബൈ എക്സ് സമം 3/8 ആയാൽ y ഈസ്റ്റു എക്സ് എത്ര? y മൈനസ് എക്സ് ബൈ എക്സ് സമം 3/8 നമ്മൾ ഈ ചോദ്യത്തിൽ തന്നത് താഴേക്കെടുത്ത് എഴുതി. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 8 ഇൻറ്റു y മൈനസ് എക്സ് സമം ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക 3x. ഇവിടെ ബ്രാക്കറ്റിൽ രണ്ടിനെയും ഗുണിക്കണം. 8 ഇൻറ്റു y മൈനസ് 8 ഇൻറ്റു എക്സ് സമം വലതുവശത്ത് 3x. 8 ഇൻറ്റു y ഗുണിച്ചാൽ 8y മൈനസ് 8 ഇൻറ്റു എക്സ് 8x സമം 3x. ഇതൊരു ഇക്വേഷനാണ്. എക്സ് എല്ലാം ഒരു ഭാഗത്ത്, y മറുഭാഗത്ത്. അപ്പോൾ 8y ഇവിടെ നമ്മൾ എഴുതി സമം ഇപ്പോൾ 3x ഉണ്ട്. ഈ മൈനസ് 8xനെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ 8y സമം 3x പ്ലസ് 8x. 8y സമം 3xും 8xും കൂട്ടിയാൽ 11x. ഈ y ഇവിടെ ഉണ്ട്, എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഇൻറ്റു എക്സ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ y/x എന്നായി. ഇവിടെ വലതുവശത്ത് 11 ഉണ്ട്. ഇവിടെ ഇൻറ്റു ഈ വൈൻ്റെ കൂടെ ഇൻറ്റു 8 ഉണ്ട്. ആ 8 വലത്തോട്ട് എടുക്കുമ്പോൾ 11/8 എന്ന് വരും. y/x 11/8 ആണ്. അപ്പോൾ y/x 11/8. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏത് സംഖ്യ 1056 കൂട്ടിയാലാണ് തുക 23ൻ്റെ ഗുണിതമാകുക? 1056 23 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല.
അതായത് 1056 23ൻ്റെ ഗുണിതമല്ല, 1056 23ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 1056നോട് ഏതൊരു സംഖ്യ കൂട്ടിയാൽ ആ കിട്ടുന്ന ഉത്തരം നമുക്ക് 23 കൊണ്ട് അതിനെ നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര കൂട്ടണം അതാണ് കാണേണ്ടത്. 1056നോട് എത്ര ചേർന്നാലാണ് ആ തുക 23 കൊണ്ട് ഹരിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 1056നെ ആദ്യം 23 കൊണ്ട് ഹരിച്ച് നോക്കുക. 105ൽ 23 4 തവണ, 4 3 12 ശിഷ്ടം 1, 4 2 8 9 92. 105 92 കുറച്ചാൽ 13 കിട്ടും. അടുത്ത അക്കറക്കിയിട്ട് 6 136, 136 23 5 തവണ, 5 × 23 115 വരും. ഇത് കുറയ്ക്കുമ്പോൾ 21 വരും. അതാണ് ശിഷ്ടം. അപ്പോൾ അവിടെ ശിഷ്ടം 21 വരുന്നുണ്ട്. നമ്മൾ ഹരിക്കണതോ 23 കൊണ്ട്. അപ്പോൾ 21ൻ്റെ കൂടെ ഒരു 2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് 23 ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഹരിക്കാൻ പറ്റും. 23ൽ 23 ഒരു തവണ. അപ്പോൾ ഇവിടെ 2ആണ് നമുക്ക് ചേരേണ്ടത്. അതായത് ഇവിടെ 2 ചേർത്തിയാൽ മതി. ആ 2 എങ്ങനെ കിട്ടിയേ? 23 21 കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചേർക്കേണ്ട സംഖ്യ അല്ലെങ്കിൽ കൂട്ടേണ്ട സംഖ്യ എത്രയാണ്? ഉത്തരം 2. 8 മീറ്റർ × 6 മീറ്റർ × 22.5 സെൻറ്റിമീറ്റർ അളവിലുള്ള ചുമർ നിർമ്മിക്കാൻ 25 സെൻറ്റിമീറ്റർ × 11.25 സെൻറ്റിമീറ്റർ × 6 സെൻറ്റിമീറ്റർ അളവുള്ള എത്ര കട്ടകൾ ആവശ്യമുണ്ട്? അപ്പോൾ ഈ ചുമരിൻ്റെ ആകൃതി നമുക്ക് ഒരു ചതുരക്കട്ടയിട്ട് സങ്കല്പിക്കാം. നീളം, വീതി, ഉയരം. അതുപോലെ ഈ ചുമർ നിർമ്മിക്കാനുള്ള കട്ടകളും ചതുരക്കട്ടകളാണ്. അപ്പോൾ ചുമരിൻ്റെ ആകൃതി ചതുരക്കട്ട, ചുമർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കട്ടകളും ചതുരക്കട്ടകളും. ചതുരക്കട്ടയുടെ വ്യാപ്തം നമ്മൾ ചെയ്യേണ്ടത് ചുമരിൻ്റെ വ്യാപ്തത്തിനെ കട്ടയുടെ വ്യാപ്തം കൊണ്ട് ഹരിക്കുക വേണ്ടത്. ചുമരിൻ്റെ എത്ര കട്ട വേണമെന്ന് ചോദിച്ചാൽ ചുമരിൻ്റെ വ്യാപ്തത്തിനെ ഒരു കട്ടയുടെ വ്യാപ്തം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ചുമരിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ചതുരക്കട്ടയുടെ വ്യാപ്തം, അതിൻ്റെ അളവുകൾ 8 മീറ്റർ × 6 മീറ്റർ × 22.5 സെൻറ്റിമീറ്റർ. പക്ഷേ നമ്മളിതെല്ലാം ഒരേ യൂണിറ്റിലാക്കണം. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 8 മീറ്റർ 800 സെൻറ്റിമീറ്റർ, 6 മീറ്റർ 600 സെൻറ്റിമീറ്റർ ഇൻറ്റു ഇത് പിന്നെ സെൻറ്റിമീറ്ററാണ്, അതേപോലെ ഇട്ടു 22.5 ബൈ. ഇനി കട്ടയുടെ അളവുകളെല്ലാം സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അത് മാറ്റം വരുത്തണ്ട. 25 × 11.25 × 6. നമുക്ക് 25ഉം 800ഉം കൂടി ഹരിക്കുമ്പോൾ 80ൽ 3 25 75, ശിഷ്ടം 5 50ൽ 25 50 32 എന്ന് വരും. 800/25 വെട്ടിച്ചുരുക്കിയ 32 വരും. അതുപോലെ 6ഉം 600ഉം ഹരിക്കുമ്പോൾ വെട്ടിച്ചുരുക്കുമ്പോൾ 100 എന്ന് വരും. അപ്പോൾ മുകളിൽ 100. ഇനി അംശത്തിൽ 22.5 ഉണ്ട്, ഛേദത്തിൽ 11.25 ഉണ്ട്. ഇത് രണ്ടും ദശാംശ സംഖ്യകളാണ്. നമുക്ക് ഹരിക്കുമ്പോൾ ദശാംശം നീക്കണം. അപ്പോൾ ഇവിടെ ഛേദത്തിൽ ദശാംശം കേട്ട് 2 സ്ഥാനമുണ്ട്, അംശത്തിൽ ദശാംശം കേട്ട് 1 സ്ഥാനമേ ഉള്ളൂ. എവിടെ കൂടുതൽ? ഛേദത്തിലാണ് കൂടുതൽ. അപ്പോൾ അതിലത്തെ ദശാംശം നമ്മൾ വലത്തോട്ട് നീക്കിക്കളയുക. എവിടെയാണോ ദശാംശം കൂടുതൽ ആ ദശാംശം വലത്തോട്ട് നീക്കിക്കളയുക. അപ്പോൾ ഇവിടെ ഈ വലത്തോട്ട് നീക്കുമ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ദശാംശം പോയി. അപ്പോൾ 2 സ്ഥാനം വലത്തോട്ട് നീക്കി ഇവിടെ, അതായത് 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഛേദത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അംശത്തിലും അങ്ങനെ ചെയ്യണം. ഇവിടെ 2 സ്ഥാനം വലത്തോട്ട് നീക്കി, അതായത് 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ അംശത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം വലത്തോട്ട് നീക്കണം, 100 കൊണ്ട് ഗുണിക്കണം. പക്ഷേ ഇവിടെ 1 സ്ഥാനമേ ഉള്ളൂ. അതിന് നമുക്ക് ഒരു 0 ചേർത്തു. അതാണ് ഇവിടെ 2250, താഴെ 1125. ഇനി നമുക്ക് 32 × 100 ഈ 1125ൻ്റെ ഇരട്ടിയാണ് 2250. 1125നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2250 കിട്ടും. അപ്പോൾ നമുക്ക് 1125ഉം 2250 കൂടി ഹരിച്ചിട്ട് അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കിയിട്ട് 2 എന്നിടാം. 32 × 100 × 2, 32 × 2 64 × 100. ഉത്തരം നമുക്ക് ആ ചുമർ നിർമ്മിക്കാൻ 6400 കട്ടകൾ ആവശ്യമുണ്ട്. രാജുവിൻ്റെ കൈവശം ഉള്ള തുകയുടെ 1/4ഉം രാമുവിൻ്റെ കൈവശം ഉള്ള തുകയുടെ 1/6ഉം തുല്യം. രണ്ടുപേരുടെയും കൂടി കൈവശം ആകെ 600 രൂപ ഉണ്ട്. ഇരുവരുടെയും കൈവശം ഉള്ള തുകയുടെ വ്യത്യാസം എന്ത്? അപ്പോൾ നമുക്ക് രാജുവിൻ്റെ കൈവശം X രൂപ എന്നും രാമുവിൻ്റെ കൈവശം Y രൂപ എന്നും സങ്കല്പിക്കുക. ഇവിടെ പറയുന്നത് രാജുവിൻ്റെ കൈവശമുള്ള തുകയുടെ 1/4. രാജുവിൻ്റെ കൈവശം X ആണ്, അതിൻ്റെ 1/4 പറയുമ്പോൾ X × 1/4. രാമുവിൻ്റെ കൈവശമുള്ള തുകയുടെ 1/6. രാമുവിൻ്റെ കൈവശമുള്ളത് Y ആണ്, അതിൻ്റെ 1/6 എന്ന് പറഞ്ഞാൽ Y × 1/6. ഇത് രണ്ടും തുല്യം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? X × 1/4 സമം Y × 1/6. ഈ സമവാക്യത്തിൽ എക്സും വൈയും ഒരു ഭാഗത്തേക്ക് എഴുതുക. അപ്പോൾ ഇവിടെ X ഉണ്ട്, ഇവിടെ Y ഇൻറ്റു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ Y എന്നാവും. അപ്പോൾ X/Y സമം വലതുവശത്ത് 1/6 ഉണ്ട്,
× 1/4 വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം, വ്യുൽക്രമം കൊണ്ട്. അപ്പോൾ x/y സമം 1/6 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു 4/1. നമുക്ക് 2 കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ ഈ 2 4 2 6 മുകളിൽ 2ഉം താഴെ 3ഉം വരും. അപ്പോൾ ഗുണിക്കുമ്പോൾ എന്ത് വരും? 2/3. x/y സമം 2/3. അപ്പോൾ x/y 2/3. അപ്പോൾ നമുക്ക് ഇവിടെ അംശബന്ധം മനസ്സിലായി. രാജുവിൻ്റെയും രാമുവിൻ്റെയും അംശബന്ധം 2/3 ആണ്. ഇനി ആകെ എത്ര രൂപയാണ്? 600 രൂപയാണ്. അപ്പോൾ രാജുവിൻ്റെ കൈവശം കണ്ടുപിടിക്കാൻ ആകെ തുക 600 ഇൻറ്റു ഇതിലത്തെ ഫ്രാക്ഷൻ ഈ റേഷ്യോയിലത്തെ ആയത്തെടുക്കുക 2/2 3 കൂട്ടി 5. ഈ 5ഉം 60 മേടിച്ചിരിക്കുമ്പോൾ 15 60 വരെ ഒരു 0, അതായത് 120 വരും. 120 ഇൻറ്റു 2 240. അപ്പോൾ രാജുവിൻ്റെ കൈവശം 240 രൂപ. ആകെ 600 രൂപയാണ്. രാജുവിൻ്റെ കൈവശം 240 ആണെങ്കിൽ രാമുവിൻ്റെ കൈവശം കാണാൻ 600 240 കുറയ്ക്കുക 360 വരും. നമുക്ക് രണ്ടുപേരുടെയും കൈവശമുള്ള പൈസ കിട്ടി, തുക കിട്ടി. ചോദ്യം ഇരുവരുടെയും കൈവശമുള്ള തുകയുടെ വ്യത്യാസം, ഇത് രണ്ടും കൂടി കുറച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യാസം 360 240 കുറച്ച ഉത്തരം 120. സമചതുരത്തിൻ്റെ വശം 20% വർദ്ധിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? ഈ കണക്ക് ചെയ്യാൻ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. x + y + x × y/100. ഇത് ചതുരത്തിൻ്റെ കണക്ക്. ഇതിപ്പോൾ ഈ ചോദ്യത്തിലെ സമയത്തിന് പകരം ചതുരം വന്നാലും നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സമചതുരത്തിൻ്റെ കണക്കിലും ചതുരത്തിൻ്റെ കണക്കിലും നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. അപ്പോൾ ചതുരാണെങ്കിൽ നമുക്കതിൽ 2 അളവാണ്, നീളവും വീതിയും. സമചതുരാകുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ ചതുരാണെങ്കിൽ ഇപ്പോൾ എക്സും വൈയും നീളവും വീതിയും നമ്മൾ വില നമുക്ക് തരും, വില കൊടുക്കുക. നീളം ഇത്ര ശതമാനം വർദ്ധിക്കും, വീതി ഇത്ര ശതമാനം വർദ്ധിക്കും എന്ന് ചോദ്യത്തിൽ പറയും. അപ്പോൾ എക്സും വൈയും ആ നീളവും വീതി വില കൊടുക്കുക. ഇവിടെ സമചതുരാവും കൊണ്ട് എല്ലാ വശവും തുല്യമാണ്. അപ്പോൾ ഓരോ വശവും 20% അപ്പോൾ എക്സിനും വൈനും നമ്മൾ 20 വില കൊടുക്കണു. അപ്പോൾ x + y 20 + 20 + x × y 20 × 20/100. 20ഉം 20ഉം കൂട്ടിയ 40 + 20 × 20 400/100. 40 + 400നെ 100 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് വരും. 40 + 400/100 4. 40 4 കൂട്ടിയ ഉത്തരം 44% വിസ്തീർണം വർദ്ധിക്കുക. ഒരു സംഖ്യയുടെ ഇരട്ടിയും പകുതിയും കാൽഭാഗവും ഒന്നും ചേർന്നാൽ 100 കിട്ടും. സംഖ്യ ഏത്? സംഖ്യ അറിയില്ല, എക്സ് എന്നെടുക്കുക. സംഖ്യയുടെ ഇരട്ടി, എക്സിൻ്റെ ഇരട്ടി 2x. സംഖ്യയുടെ പകുതി, എക്സിൻ്റെ പകുതി x/2. സംഖ്യയുടെ കാൽഭാഗം, എക്സിൻ്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ x/4. പിന്നെ 1. ഇതെല്ലാം കൂടി ചേർന്നാൽ പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടുക. സംഖ്യയുടെ ഇരട്ടി, സംഖ്യയുടെ പകുതി, സംഖ്യയുടെ കാൽഭാഗം 1, ഇതെല്ലാം കൂടി ചേർന്നാൽ പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി എത്ര കിട്ടും? 100 കിട്ടും. നമുക്ക് ഇതിൽ 2 ഫ്രാക്ഷൻസ് വരുന്നുണ്ട്, 2 ഭിന്നസംഖ്യകൾ. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ 2ൻ്റെയും 4ൻ്റെയും ഛേദങ്ങളുടെ ലസാഗു കൊടുക്കുക. 2ൻ്റെയും 4ൻ്റെയും ലസാഗു കൊടുക്കുക. 2ൻ്റെയും 4ൻ്റെയും LCM 4 ആണ്. 4 കൊണ്ട് ഈ സമവാക്യത്തെ മുഴുവൻ ഗുണിക്കുക. 4 കൊണ്ട് ഈ ഇക്വേഷനെ ഇടതുവശവും വലതുവശവും മുഴുവൻ ഗുണിക്കുക. അപ്പോൾ 2x × 4 + x/2 × 4 + x/4 × 4 + 1 × 4 സമം 100 × 4. 2x × 4 ഗുണിച്ചാൽ 8x + ഈ 2ഉം 4ഉം വെട്ടിപ്പോയിട്ട് 2 വരും. അപ്പോൾ 2x + ഈ 4ഉം 4ഉം വെട്ടിപ്പോയിട്ട് x വരും പ്ലസ് 1 × 4 4 സമം 100 × 4 400. 8xഉം 2xഉം 1x കൂട്ടിയ 8 2 10 11x + 4 സമം 400. പ്ലസ് 4 നമ്മൾ സമത്തിൻ്റെ വലത്തോട്ട് എടുത്തു. 11x സമം 400 - 4. 11x സമം 400 4 കുറച്ചാൽ 396. x സമം 396/11 ഹരിക്കുമ്പോൾ 39 11 3 11 33. ശിഷ്ടം 6. 66 6 11 66. എക്സിൻ്റെ വില 36, അതായത് സംഖ്യ 36.